ക്രിസ്മസിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഫിഷ് കറി റെസിപ്പിയാണ്. കിങ് ഫിഷ് ഓർ നെയ്മീൻ, മാഹി മാഹി ഓർ മോദ. ലേശം കട്ടിയുള്ള ഫിഷ് വേണം. പേളോണിയൻ, 3 ചെറിയ ഗാർലിക്, ഒരു കഷ്ണം ജിഞ്ചർ, 10-12 ഗ്രീൻ ചില്ലി, കറി ലീഫ് എല്ലാം ഇതേപോലെ ലോങ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചു. ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 കപ്പ് തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക്, 1.5 കപ്പ് വാട്ടർ ഒഴിച്ചു മിക്സ് ചെയ്ത് വെക്കുക. കൊറിയാണ്ടർ പൗഡർ, കാശ്മീരി ചില്ലി, ഫെനിഗ്രിക് പൗഡർ ആൻഡ് ടർമറിക് പൗഡർ. സീസണിങ് ഉള്ളത് ഈ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം പാനിൽ കോക്കനട്ട് ഓയിൽ ചൂടാക്കി മസ്റ്റാർഡ്, ഡ്രൈ റെഡ് ചില്ലി, കറി ലീഫ് ഒക്കെ ഇട്ട് വറുത്ത്, പിന്നെ ഗാർലിക്, ജിഞ്ചർ അതെല്ലാം കൂടെ 1 മിനിറ്റ് ഒന്ന് വറുത്തിട്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കാം. അപ്പം വേഗത്തിലൊന്ന് വാടി വരും. പിന്നെ ഗ്രീൻ ചില്ലി, കറി ലീഫ് അതെല്ലാം കൂടി ഇട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റാം. പിന്നെ പൊടികളിൽ ആദ്യം ഫെനിഗ്രിക് പൗഡർ ഇടണം കേട്ടോ. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം, അല്ലെങ്കിൽ അത് കഴിക്കും. വറുത്ത ഒരു മണം വരും കേട്ടോ. അതുവരെ അത് വറുത്തിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പൊടികൾ അതിലേക്ക് ആഡ് ചെയ്യാം. ബാക്കിയുള്ള പൊടികൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. എന്നിട്ട് അതെല്ലാം കൂടി ഒരു 3 മിനിറ്റ് വഴറ്റി ശേഷം അരിഞ്ഞു വെച്ച് മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് സാൾട്ടൊക്കെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് കോക്കനട്ട് മിൽക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സാൾട്ട് ഇട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അത് തിളച്ച് വരുമ്പോൾ അത് തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച ഫിഷ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഫിഷ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. കണ്ടോ, ഇതിപ്പോൾ തിളച്ചൊക്കെ വരുന്നുണ്ട്. അടച്ചു വെച്ചൊരു 10 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് കറി റെഡി. നെയ്മീനോ മോദോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ലാസ്റ്റ് കുറച്ച് കറി ലീഫൊക്കെ എടുത്ത് കഴിഞ്ഞാൽ കറി റെഡി. ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കുക.